വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് എൻ്റെ അടുത്തുള്ളത് XUV 500. ഇന്ന് ഈ ഒരു ഭീകരനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മഹീന്ദ്ര എന്ന കമ്പനിയോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റിയ ഒരു വണ്ടിയാണത്. അത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് പറയാം. ഇപ്പോൾ 700 വന്നു, പിന്നെ ബിഗ് ഡാഡിയും വന്നു, പിന്നെ എന്തിനാണ് ഇപ്പോൾ 500 വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും. അത് വേറൊന്നും കൊണ്ടല്ല, 500 ഇപ്പോഴും ഒരു കിടിലൻ വണ്ടി തന്നെയാണ്, അതിലൊരു സംശയമില്ല. പിന്നെ എല്ലാവർക്കും ഈ 700 അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ SUV വാങ്ങാൻ പറ്റണമെന്നില്ല. എനിക്ക് തോന്നുന്നു യൂസ്ഡ് വെഹിക്കിൾസിന് കേരളത്തിൽ ഒരു മെജോറിറ്റി മാർക്കറ്റ് തന്നെയാണുള്ളത്. അങ്ങനെ ഒരു യൂസ്ഡ് SUV വാങ്ങാൻ ഒരു ഐഡിയ ഉള്ളവർക്ക്, അതിലിപ്പോൾ ഏത് വാങ്ങണമെന്ന കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകും എന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. 2011 മഹീന്ദ്ര ഈ ഒരു കൊമ്പനെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇറക്കി വിടുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ഒരു ലോഞ്ച് ടൈമിലൊക്കെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കുള്ള ഒരു ഹോട്ട് ഡിസ്കഷൻ തന്നെയായിരുന്നു ഈ ഒരു SUVനെ പറ്റി. 500 ലോഞ്ച് ആ ഒരു ടൈമിൽ ഒത്തിരി ഹൈപ്പും ഇമ്പാക്റ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യമൊക്കെ ആളുകൾക്ക് ഇതിന്റെ പേരിൽ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ പേര് XUV 500 എന്ന് വിളിച്ചു, കുറച്ചുപേര് 500 എന്ന് വിളിച്ചു. പക്ഷെ മഹീന്ദ്ര ഇതിനെ XUV 500 എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇപ്പോൾ XUV 700 ലോഞ്ച് ചെയ്തു. ആക്ച്വലി XUV 700ക്ക് ഇത്രയും ആന്റിസിപ്പേഷൻ ഉണ്ടാക്കാനുള്ള ഒരു റീസൺ XUV 500 കാരണമാണ് എന്ന് ഒരു ഡൗട്ട് ഇല്ലാതെ തന്നെ പറയാം. അത്രയും ഫീച്ചർ റിച്ച് ആയിട്ടായിരുന്നു അന്ന് മഹീന്ദ്ര 500 കൊണ്ടുവന്നത്. സോ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു ആളുകൾക്ക് 700 ഉണ്ടായിരുന്നത്. മഹീന്ദ്ര ആ ഒരു കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തില്ല എന്ന് മാത്രമല്ല, 700 പ്രൈസിങ്ങിലായാലും ഫീച്ചേഴ്സിലായാലും നെട്ടിച്ചടഞ്ഞു എന്ന് തന്നെ പറയാം. 700 ഡെവലപ്മെന്റ് ടൈമിൽ XUV 500 ഒരു സെക്കൻഡ് ജനറേഷനായിട്ട് ഇറക്കാനിരുന്ന ഒരു വണ്ടിയാണ് 700 എന്ന് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. അതിനു മുന്നേ ഞാൻ ചെറിയൊരു കാര്യം കാണിച്ചു തരാം. ഒരു യൂസ്ഡ് കാറൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഒരു കെട്ടുകഥ എന്ന പോലെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. അതൊരു ഡോക്ടർ യൂസ്ഡ് കാറാണ്, പക്ഷെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, അതിലൊരു തേങ്ങ വീണ ഗ്ലാസ് പൊട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഞാനും കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കാർ എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്, പുള്ളി ഒരു ഡോക്ടറാണ്. പക്ഷെ ഈ കാണുന്ന ഈ ഒരു ക്രാക്ക് ഒരു ചെറിയ തേങ്ങ വീണുണ്ടായതാണ്. ഇതൊക്കെ ഞാനും പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ഈ ഒരു കാറിൻ്റെ കേസിൽ ഉണ്ടായ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതൊന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. പിന്നെ ഈ ഒരു വീഡിയോ ഒരു റിവ്യൂ പോലൊന്നുമല്ല, ജസ്റ്റ് ഒരു എൻഡ് യൂസർ പെർസ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് പോവാം. XUV 500 ലോഞ്ചോടുകൂടി മഹീന്ദ്ര അവരുടെ ഗെയിം പ്ലാൻ ടോട്ടലി മാറ്റിയെന്ന് തന്നെ പറയാം. അതുവരെ ബൊളീറയും സ്കോർപ്പിയോ ഒക്കെ ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിട്ട് 500 ഒരു ക്വാണ്ടം ലീപ്പ് തന്നെയായിരുന്നു. ഓഫ് കോഴ്സ് ബൊളീറയും സ്കോർപ്പിയോ എന്നൊക്കെ പറയുന്നത് ലെജൻഡറി ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ്, അതിൽ നമുക്ക് വേറൊന്നും പറയാനില്ല. പക്ഷേ മഹീന്ദ്രയുടെ ഫസ്റ്റ് മോഡേണൈസ്ഡ് SUV എന്ന് പറയുന്നത് 500 തന്നെയാണ്. ഒത്തിരി ഫീച്ചർ റിച്ച് ആയിട്ടായിരുന്നു 500 വന്നത്. ഇതിൽ ABS ഉണ്ടായിരുന്നു, EBD ഉണ്ടായിരുന്നു, എയർ ബാഗ്സ്, ESP, പിന്നെ ഹിൽ ഹോൾഡ് ഉണ്ടായിരുന്നു, പിന്നെ ഹിൽ ഡിസെന്റ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ടായിരുന്നു 500 വന്നത്. ഇതിന്റെ ലുക്സ് ആയാലും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബൾക്കി ലുക്കിംഗ് വെഹിക്കിൾ തന്നെയാണ്. റോഡ് പ്രസൻസിന്റെ കാര്യത്തിലായാലും ഇപ്പോഴും ഈ ഒരു ടൈം ലൈനിലും ഒരു ഐപ്പുള്ള തന്നെയാണ് XUV 500. നിർത്തിയിടുമ്പോഴും നല്ല സ്റ്റാൻസ് ഉള്ള ഒരു വെഹിക്കിൾ തന്നെയാണിത്. ഇതിന്റെ ഒരു സീറ്റിംഗ് സ്റ്റൈൽ നോക്കിയാലും ഒരു കമാൻഡിംഗ് പൊസിഷൻ തരുന്ന ഒരു ഫീലാണ്.
ഇത്രയും ബൾക്കി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയാണെങ്കിലും ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നാൽ സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു സെഡാനൊക്കെ ഡ്രൈവ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുള്ളൂ. അത്രയും സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു SUV ആണത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റിയറിംഗ് ഫീലാണ്. ഒരു ഹൈഡ്രോളിക് സെറ്റപ്പാണ് വരുന്നതെങ്കിലും ഇത് ബിഹേവ് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് സ്റ്റിയറിംഗ് പോലെയാണ്. അത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് കിട്ടുന്നത്. ഇത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോളിക് യൂണിറ്റ് ഞാൻ വേറെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതിന്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സിനെ പറ്റിയാണ്. ഒരു ഡൗട്ടും ഇല്ലാതെ ഒരു ഡ്രൈവേഴ്സ് കാർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഒരു 140 HP പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2.2 ലിറ്റർ MOC എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഒരു 330 Nm ടോർക്ക് ഔട്ട്പുട്ട് ഉണ്ട്. അതിന്റെ കൂടെ വേരിയബിൾ ജോമെട്രി ടർബോയും. ഇതാണ് ഈ വണ്ടിയുടെ സ്പെക്ക് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഈ ഒരു ബീസ്റ്റ് ഓഫർ ചെയ്യുന്നത്. പക്ഷെ ഇത്രയും സ്പെക്കൊക്കെ കൊടുത്താൽ മാത്രം ഈ ഒരു പാക്കേജ് കംപ്ലീറ്റ് ആവില്ല എന്ന് മഹീന്ദ്രയ്ക്ക് അറിയാമായിരുന്നു. ഇതൊരു SUV ആണ്, ടോൾ ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ബോഡി റോളിനുള്ള ചാൻസസ് ഉണ്ട്. സോ ഒരു ബോഡി ഓൺ ഫ്രെയിം സെറ്റപ്പിന് പോകാതെ ഒരു മോണോകോക്ക് ഷാസി ആയിരുന്നു കമ്പനി ഈ ഒരു വണ്ടിക്ക് കൊടുത്തത്. മഹീന്ദ്രയുടെ ആദ്യത്തെ മോണോകോക്ക് ഷാസിയിൽ വരുന്ന വണ്ടിയായിരുന്നു XUV 500. സസ്പെൻഷൻ സൈഡ് ആയാലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് 500ൽ വരുന്നത്. ഇതിന്റെയൊക്കെ റിസൾട്ട്സ് എന്ന് പറയുന്നത് ഒരു മിനിമലിസ്റ്റിക് ബോഡി റോൾ ആയിരുന്നു. സോ ഡ്രൈവും നല്ല കംഫർട്ടബിൾ ആയി. അതിപ്പോൾ ഡ്രൈവറിനായാലും പാസഞ്ചേഴ്സിനായാലും ഒരുപോലെ കംഫർട്ടബിൾ ആയെന്ന് തന്നെ പറയാം. ഞാൻ അതുകൊണ്ടാണ് വീഡിയോയുടെ ആദ്യം പറഞ്ഞത് മഹീന്ദ്രയോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റിയ ഒരു കാറാണ് 500 എന്ന് പറയുന്നത്. കാരണം അതുവരെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് പണ്ടത്തെ സ്കോർപ്പിയോയിലൊക്കെ ഉള്ളതുപോലെ ഇതിന്റെ സസ്പെൻഷൻ കുറച്ച് ബൗൺസി ആയിരിക്കും എന്നാണ്. ഇത് ആക്ച്വലി ബൗൺസി അല്ല എന്ന് മാത്രമല്ല, ബോഡി റോളും വെൽ കണ്ടന്റ് ആണെന്ന് തന്നെ പറയാം. ബോഡി റോൾ ഒട്ടും ഇല്ല എന്നല്ല, പക്ഷെ ഒരു ടോൾ ആയിട്ടുള്ള ഒരു SUVയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നതിലും ഒത്തിരി കുറവാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എത്ര ദൂരം യാത്ര ചെയ്താലും അങ്ങനെ മടുപ്പോ ക്ഷീണമോ തോന്നിപ്പിക്കാത്ത ചുരുക്കം ചില വണ്ടികളിൽ ഒന്നാണിത്. ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ഇതിന്റെ ഫസ്റ്റും സെക്കൻഡ് ഗിയേഴ്സും കുറച്ച് ഷോർട്ടറായിട്ട് ഫീൽ ചെയ്യും. എങ്കിൽ ബാക്കിയുള്ള ഗിയേഴ്സ് അത്യാവശ്യം ടോളറായിട്ടുള്ള ഗിയേഴ്സ് ആണ്. ഇതിന്റെ ക്ലച്ചിനെ പറ്റി പറയുവാണെങ്കിൽ ഇതിന്റെ ക്ലച്ച് ഫീല് ഒത്തിരി ഹാർഡാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒത്തിരി സോഫ്റ്റും അല്ല, പക്ഷെ ഓക്കെ ആണ് എന്ന് തന്നെ പറയാം. ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിളാണ്. ആക്ച്വലി ഞാനത് പറയാനായിട്ട് വിട്ടുപോയി. ഇതിന് മുന്നേ വന്ന ബൊളീറോ ആയാലും സ്കോർപ്പിയോ ആയാലും റെയർ വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആയിരുന്നു. 500യുടെ ഒരു ഓൾ വീൽ ഡ്രൈവ് വേർഷനും കമ്പനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രോപ്പർ SUV വെഹിക്കിളാണ്. പക്ഷെ ഇതൊരു ഓഫ് റോഡ് കേപ്പബിൾ വെഹിക്കിൾ ആണോ എന്ന് ചോദിച്ചാൽ നോ, ഒരിക്കലും ഇത് ഓഫ് റോഡ് പർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു വണ്ടിയല്ല. ഒരു 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. ബട്ട് ചെറിയ രീതിയിലുള്ള ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവിന്റെ ആവശ്യമുള്ളൂ. എന്നാലും ഓഫ് റോഡർ എന്ന ടേം യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടി സൂട്ടബിൾ ആവുന്നത് സോഫ്റ്റ് റോഡർ എന്ന ടേം ആയിരിക്കും. 2 വേരിയൻസിലായിരുന്നു കമ്പനി ആദ്യം 500 ലോഞ്ച് ചെയ്തത്. W6ഉം W8ഉം ആയിരുന്നു ആദ്യം വന്നത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് W4 എന്നൊരു ബേസ് വേരിയന്റും കമ്പനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന വേരിയന്റ് W8 ആണ്. W6ന് 2 വീൽ ഡ്രൈവ് ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ W8ന് ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷനും അവൈലബിൾ ആയിരുന്നു. ഞാൻ ഒത്തിരി ഡീപ്പായിട്ട് ഫീച്ചേഴ്സിനെ പറ്റിയൊന്നും പറയുന്നില്ല. പിന്നെ എഞ്ചിനിലായാലും അങ്ങനെ ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. സെയിം എഞ്ചിനായിരുന്നു 2 വേരിയൻസും ഷെയർ ചെയ്തിരുന്നത്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ ഇതിൽ ബ്ലൂടൂത്ത് ഫോൺ കണക്ടിവിറ്റി വരുന്നുണ്ട്, പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ടയർട്രോണിക്സ് വരുന്നുണ്ട്, പിന്നെ ഓട്ടോ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, ഓട്ടോ വൈപ്പേഴ്സ് വരുന്നുണ്ട്, പിന്നെ സ്റ്റിയറിംഗിൽ തന്നെ വോയിസും ഓഡിയോ കൺട്രോൾസിന്റെ ഒക്കെ ബട്ടൺസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഡ്രൈവ് എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 330 Nm ടോർക്കും ഒരു 140 HP പവറുമാണ് വരുന്നത്. അതിന്റെ കൂടെ ഈ VGT ആണ് ആഡ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ടോർക്ക് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. പിന്നെ ഇതിന്റെ പവർ ഡെലിവറി ആയാലും കുറച്ച് ലീനിയർ ആണെന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫസ്റ്റും സെക്കൻഡ് ഗിയേഴ്സും കുറച്ച് ഷോർട്ടർ ആയിട്ടുള്ള ഗിയേഴ്സ് ആണ്. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള ഗിയേഴ്സ് അത്യാവശ്യം നല്ല ടോളാണ്. പിന്നെ VGT ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് റെവ് റേഞ്ചിൽ ത്രൂ ഔട്ട് നമുക്ക് ആ ഒരു ബൂസ്റ്റും കിട്ടുന്നുണ്ട്. VGTയെ പറ്റി നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം. പിന്നെ ഇതിന്റെ മിഡ് റേഞ്ച് പെർഫോമൻസും ടോപ്പ് എൻഡ് പെർഫോമൻസും ഒന്നും പറയാനില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിഡ് റേഞ്ച് ആൻഡ് ടോപ്പ് എൻഡ് പെർഫോമൻസും ആണ് ഈ ഒരു വണ്ടി തരുന്നത്. ആക്ച്വലി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ഹൈ RPMസിലോട്ടൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല.
അതുകൊണ്ട് തന്നെ ഒരു 120 സ്പീഡ്സിലൊക്കെ നല്ല സൈലൻ്റ് ആണ് വണ്ടി, ഒട്ടും സ്ട്രെസ് ഇല്ല എന്ന് തന്നെ പറയാം. നല്ല ഓപ്പൺ ആയിട്ടുള്ള റോഡ്സിലൊക്കെ ഒരു 150, 160 ഒക്കെ എഫേർട്ട്ലെസ് ആണ്. പിന്നെ മോണോകോക്ക് ഷാസി ആയതുകൊണ്ട് തന്നെ ഹയർ സ്പീഡ്സിലായാലും നല്ല സ്റ്റേബിൾ ആണ്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും നല്ല എഫിഷ്യൻ്റ് ആണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് ആണ് ഇതിൽ കിട്ടുന്നത്. ഒരു ഓൾ വീൽ ഡിസ്ക് ബ്രേക്കിംഗ് സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. ഈ ഒരു മോഡലിൽ 17 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. (2015) XUVക്ക് ആദ്യത്തെ ഫേസ് ലിഫ്റ്റ് കിട്ടുന്നത്. രണ്ടാമത്തെ ഫേസ് ലിഫ്റ്റ് 2018 കൊണ്ടുവന്നത്. ഫേസ് ലിഫ്റ്റഡ് മോഡൽസ് വന്നപ്പോൾ സ്റ്റൈലിങ്ങിലും ഫീച്ചേഴ്സിലും ചെറിയ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നു. പിന്നെ എഞ്ചിൻ കുറച്ചുകൂടി പവർഫുൾ ആക്കി. 140 എന്നുള്ളത് 155 HP ആയി. പിന്നെ 330 Nm ഉണ്ടായിരുന്ന ടോർക്ക് ഒരു 360 ആയി. ആ ഒരു ലോഞ്ചിൽ വേരിയൻസിന്റെ നെയിമിംഗ് സിസ്റ്റവും മാറി. നേരത്തെ ഈവൻ നമ്പേഴ്സ് ആയിരുന്നത് ഓഡ് നമ്പേഴ്സ് ആക്കി. നേരത്തെ അതായത് ആദ്യം വന്നിരുന്ന വേരിയൻസ് എന്ന് പറയുന്നത് W4, W6, W8 എന്നിങ്ങനെ ആയിരുന്നു. പിന്നെ ആ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ W5, W7, W9, W11 എന്നായിരുന്നു വന്നത്. പിന്നെ ടോപ്പ് ആൻഡ് വേരിയന്റിൽ മാത്രം ഒരു 18 ഇഞ്ച് അലോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ള ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം റിലയബിലിറ്റിയും സർവീസുമാണ്. ഇത് റിലയബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണോ എന്ന് ചോദിച്ചാൽ, റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സെഗ്മെന്റിലാകുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ടൊയോട്ട എന്ന പേര് തന്നെ ആയിരിക്കും. പക്ഷെ ആ ഒരു റിലയബിലിറ്റി XUVയുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം XUVയുടെ കാര്യത്തിൽ റിലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വണ്ടിക്ക് കൊടുക്കുന്ന റെസ്പെക്ട് അനുസരിച്ച് മാത്രമായിരിക്കും. നമ്മൾ എത്രത്തോളം നമ്മുടെ വണ്ടിക്ക് റെസ്പെക്ട് കൊടുക്കുന്നോ അത്രയും തന്നെ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. പറഞ്ഞു വരുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു സർവീസിന്റെ കാര്യമാണ്. അതിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റാത്ത ഒരു വണ്ടിയാണിത്. ഈ ഒരു വണ്ടിയിൽ സർവീസ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സർവീസൊക്കെ നെഗ്ലക്ട് ചെയ്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നല്ല ഭീകരമായ പണി തന്നെ കിട്ടും. ഒത്തിരി ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഒരു 1 lakh കിലോമീറ്റേഴ്സിന് താഴെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിൽ ടൈമിംഗ് ബെൽറ്റ് അല്ല വരുന്നത്, ഇതിൽ ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത്. പക്ഷെ ചെയിൻ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ പൊട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ ചെയിൻ പൊട്ടിപ്പോവുകയും ചെയ്യും, നല്ല കലക്കാച്ചി പണി കിട്ടുകയും ചെയ്യും. അതിൽ ഒരു ഡൗട്ടും വേണ്ട. സോ ആ ഒരു കാര്യത്തിൽ ഒത്തിരി കെയർഫുൾ ആയിരിക്കണം. പ്രോപ്പറായിട്ട് സർവീസ് ഒക്കെ ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് 500 റിലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ എയർ ഫിൽറ്റർ ലെയേർഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് വരുന്നത്. എയർ ഫിൽറ്ററൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അലിഞ്ഞില്ലാണ്ടായ പരത്തിലൊക്കെ ആക്കിക്കൊണ്ടുവരുന്ന കാസൊക്കെ ഞാൻ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥയൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ നല്ല പവർ ഡ്രോപ്പ് ഒക്കെ ഫീൽ ചെയ്യും. സോ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് 500യുടെ പ്രോസിന്റെ കാര്യമാണ്. പക്ഷേ ഇതിന്റെ കോൺസും ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയാം. അതിൽ ആദ്യം പറയേണ്ട കാര്യം ഇതിന്റെ സ്പേസിന്റെ കോസ്റ്റ് ആണ്. ഇതിന്റെ സ്പെയർ കോസ്റ്റ് ചീപ്പർ സൈഡിലല്ല വരുന്നത്, അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഇതിന്റെ സ്പേസ് എല്ലാം. പിന്നെ ഈ ഒരു ഹാൻഡ് ബ്രേക്കിന്റെ ഹാൻഡിലൊക്കെ പൊട്ടിപ്പോകുന്നത് ഞാൻ കുറെ XUVസിൽ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ഹാൻഡ് ബ്രേക്കിന്റെ യൂണിറ്റ് ഒരു ഫുൾ സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഏകദേശം 8,000 to 9,000 rupees എന്തോ അതിന് കോസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ ഈ കാണിച്ചതുപോലെ ഈ ഒരു മോഡലിൽ വരുന്ന പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി ആയാലും കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിന്റെ ഡോർ ഹാൻഡിൽസും ഡോർ ലോക്സും ഒക്കെ ഡാമേജ് ആയി പോകാനുള്ള ചാൻസസും ഉണ്ട്. ഫേസ് ലിഫ്റ്റ് മോഡൽസിൽ ഈ ഒരു ഇഷ്യൂ ഒക്കെ ഫിക്സ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഫേസ് ലിഫ്റ്റഡ് മോഡൽസിന്റെ ഇന്റീരിയേഴ്സ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു യൂസ്ഡ് SUV നോക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഓപ്ഷൻ കൂടി നിങ്ങളുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങിനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഫോർ മണി വെഹിക്കിൾ തന്നെയാണ് XUV 500. അത് ലുക്സിലായാലും ഫീച്ചേഴ്സിലായാലും തീരെ ഔട്ട്ഡേറ്റഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഒരു വണ്ടി ചൂസ് ചെയ്യുന്നതിൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. XUV 500യുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കാറുമായിട്ട് കാണാം. Until then, signing off from this channel. Bye.